വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള 50 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ സാധാരണ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നുള്ളത്, ഫിസിക്സിൽ നിന്നുള്ളത്, ബയോളജി, അങ്ങനെ ഓരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ പ്രീവിയസ് ഇയർ പഠിക്കാറ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എല്ലാ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അത് 50 ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ് ആണ്. ക്ലാസ്സിലേക്ക് കടന്നാലോ? സംസാരിക്കണില്ല. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? കാറ്റ്. ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദത്തിന്റെ പേര് ഹർമാറ്റൻ എന്നാണ്. അപ്പൊ ഹർമാറ്റൻ എന്ന് പറയുന്ന പ്രാദേശിക വാദത്തിന്റെ മറ്റൊരു പേരാണ് ഡോക്ടർ. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് നീലക്കുറിഞ്ഞി പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ്. നീലക്കുറിഞ്ഞി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? 2006-ലാണ് നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് 2006 പുറത്തിറങ്ങി. ഇന്ത്യയിൽ എല്ലായിടത്തും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? അപ്പൊ ഇപ്പൊ അത് VBG റാംജി എന്ന പേരിലായി എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം വരാം. ഇപ്പൊ 2008-ലാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഈ തൊഴിലുറപ്പ് പദ്ധതി വ്യാപിച്ചത്. അടുത്തത്, ഗുഡ്ഗാവ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഗുഡ്ഗാവ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഉപജ്ഞാതാവ് FL ബ്രെയിൻ എന്ന ആളാണ്. അപ്പൊ ഗുഡ്ഗാവ് എന്ന പദ്ധതിയുടെ ഉപജ്ഞാതാവ് FL ബ്രെയിൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. പാതാളഗംഗ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പാതാളഗംഗ എന്ന് അറിയപ്പെടുന്നത് കൃഷ്ണയാണ്. പണ്ട് കാലത്ത് രാജേന്ദ്ര ചോളപട്ടണം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? രാജേന്ദ്ര ചോളപട്ടണം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം വിഴിഞ്ഞമാണ്. രാജേന്ദ്ര ചോളപട്ടണം ഏതാണ്? വിഴിഞ്ഞമാണ്. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 35-ലെ ഗവൺമെന്റ് ഓഫ് ആക്ട് നിലവിൽ വന്നത് 1937-ലാണ്. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു 37. യുറാനസ് എന്ന ഗ്രഹം കണ്ടെത്തിയത് ആരാണ്? വില്യം ഹെർഷൽ ആണ്. വില്യം ഹെർഷൽ കണ്ടെത്തി. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോ ആണ് ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം. സാൻ ഫ്രാൻസിസ്കോ. അടുത്തത്, മുസാഫർപൂരിലെ എവിടത്തെയാണ്? മുസാഫർപൂരിലെ ജനവിരുദ്ധ ജഡ്ജിയായ ആളുടെ പേരാണ് കിങ്സ്ഫോർഡിനെ ബോംബ് എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ യുവ വിപ്ലവകാരി ആരാണ്? ഗുദ്ദിറാം ബോസ്. ഒന്നും കൂടെ ടീച്ചർ പറയാം. മുസാഫർപൂരിലെ ജനവിരുദ്ധ ജഡ്ജിയായിരുന്ന കിങ്സ്ഫോർഡിനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ യുവ വിപ്ലവകാരി ഗുദ്ദിറാം ബോസ്. മുസാഫർപൂരിലെ ജനവിരുദ്ധ ജഡ്ജിയായ കിങ്സ്ഫോർഡിനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ യുവ വിപ്ലവകാരി ഗുദ്ദിറാം ബോസ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടത്തിയത് ഏത് മൈതാനത്ത്? ഗവാലിയ ടാങ്ക് മൈതാനത്ത്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടത്തിയത് ഗവാലിയ ടാങ്ക് മൈതാനത്താണ്. ലോകത്ത് ഏറ്റവും അധികം കാലം അധികാരം വഹിച്ച രാജാവല്ലാത്ത ഭരണാധികാരി. ലോകത്ത് ഏറ്റവും അധികം കാലം
അധികാരം വഹിച്ച രാജാവല്ലാത്ത ഭരണാധികാരിയാണ് ഫിഡൽ കാസ്ട്രോ. ആരാണ്? ഫിഡൽ കാസ്ട്രോ. ആരാണ് അദ്ദേഹം? ഫിഡൽ കാസ്ട്രോയാണ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ്? ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് 1952 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് 1952 നടന്നു. ഇന്ത്യൻ ഫിലോസഫിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഫിലോസഫിയുടെ പിതാവ് ഇന്ത്യൻ ഫിലോസഫിയുടെ പിതാവല്ല, ഇന്ത്യൻ ഫിലോസഫി ആരുടെ രചനയാണ്? ഇന്ത്യൻ ഫിലോസഫി ആരുടെ രചനയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഫിലോസഫി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ രചനയാണ്. അടുത്തത് ഹൈഡ്രോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഹൈഡ്രോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഹൈഡ്രോളജി ജലത്തെ കുറിച്ചുള്ള പഠനമാണ്. അടുത്തത് ദ്രവഗ്രഹം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ദ്രവഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. ദ്രവഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. നാഷണൽ വാട്ടർവേ നമ്പർ 2 ഏത് നദിയിലാണ്? NW2 ബ്രഹ്മപുത്ര നദിയിലാണ്. NW2 ബ്രഹ്മപുത്ര നദിയിലാണ്. അടുത്തത് കൗവായി കായൽ. കൗവായി കായൽ ഏത് ജില്ലയിലാണ്? കൗവായി കായൽ കണ്ണൂർ ജില്ലയിലാണ്. കൗവായി കായൽ കണ്ണൂർ ജില്ലയിലാണ്. ഉത്തരധ്രുവത്തിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ ആരാണ്? റോബർട്ട് പിയറിയാണ്. ഉത്തരധ്രുവത്തിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ റോബർട്ട് പിയറിയാണ്. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഒരേയൊരു ഇടക്കാല ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഏതൻസിലാണ്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഒരേയൊരു ഇടക്കാല ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഏതൻസില്. ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി WHO പ്രഖ്യാപിച്ചത് 2014. നെക്സ്റ്റ് വൺ റെഡ് ക്രോസ് ദിനം എന്നാണ്? റെഡ് ക്രോസ് ദിനം മെയ് 8. അടുത്തത് ലോക നാടക ദിനം എന്നാണ്? ലോക നാടക ദിനം മാർച്ച് 27. ലോക നാടക ദിനം മാർച്ച് 27. അടുത്തത് ബുൾസ് ഐ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. ബുൾസ് ഐ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. അടുത്തത് തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നു. അടുത്തത് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാമറാവു ആയിരുന്നു. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് ഏത് കമ്മിറ്റിയാണ്? ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് സിംഗ്വി കമ്മിറ്റിയാണ്. അടുത്തത് ലാറി ബേക്കർ ഏത് രാജ്യത്തുകാരനാണ്? ലാറി ബേക്കർ ബ്രിട്ടൻകാരനാണ്. അടുത്തത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് എന്നാണ്? അത് നമ്മുടെ എന്താ പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എഴുതിയപ്പോ അങ്ങനെ വന്നു കേട്ടോ. അപ്പൊ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. ഒരെണ്ണം 1-2 അങ്ങനെ അറിയാണ്ട് പെട്ടുപോയതാണ്. അടുത്തത് സൂര്യ
വിദൂര ദിനം, സൂര്യവിദൂര ദിനം. സൂര്യവിദൂര ദിനം എന്നാണ് ജൂലൈ 4 സൂര്യവിദൂര ദിനം ജൂലൈ 4. വടക്കേ അമേരിക്കയിലെ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ റോക്കി പർവ്വതനിരയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര് എന്താണ്? ചിനൂക്ക്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വടക്കേ അമേരിക്കയിലെ, പക്ഷെ നമുക്ക് വേൾഡ് ജോഗ്രഫി ഇല്ല പഠിക്കാൻ, എന്നാലും ഇതൊന്ന് ഓർത്തു വെച്ചോളൂ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയിലെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ചിനൂക്കാണ്. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ, ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ എന്തു വിളിക്കുന്നു? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂസ്ഥിര 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 ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഗതി നിർണയ സംവിധാനമായ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS ഏത് രാജ്യത്തിന്റെ സംഭാവനയാണ്? GPS അമേരിക്കയുടെ സംഭാവനയാണ്. സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണം എന്ന ആവശ്യത്തിലേക്കായി ISRO വികസിപ്പിച്ച ഉപഗ്രഹ അധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനത്തിന്റെ പേര് ഭുവൻ എന്നാണ്. ശ്രദ്ധിക്കുക, സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണം എന്ന ആവശ്യത്തിലേക്കായി ISRO വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? എന്താണ്? 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടാൽ ഉപദ്വീപെന്നും 4 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടാൽ നമ്മൾ ദ്വീപെന്നും വിളിക്കുന്നു. അടുത്തത്, ശബരി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. ശബരി ഗോദാവരിയുടെ പോഷക നദിയാണ്. അടുത്തത്, ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആസ്ഥാനം ഷിംലയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആസ്ഥാനം ഷിംലയാണ്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതാണ്? കാപ്പാട്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് കോട്ട പണിയാനുള്ള അനുവാദം വാങ്ങിയെടുത്തത് ഏത് സ്ഥലത്താണ്? അഞ്ചുതെങ്ങിൽ അല്ലെ. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനാണ് അവര് അനുവാദം നേടിയെടുത്തത്. രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിന്റെ കാലയളവ് ഏതാണ്? രണ്ടാം പഴശ്ശി വിപ്ലവം 1800 1805. 1805 അദ്ദേഹം മരിക്കുകയാണ് അല്ലെ. 1800 1805. അടുത്തത് താരിഖ് ഇ അലം എന്ന കൃതി രചിച്ചത് ആരാണ്? അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രു താരിഖ് ഇ അലം എന്ന കൃതി രചിച്ചു. താരിഖ് ഇ അലം എന്ന കൃതി രചിച്ചത് ആരാണ്? അമീർ ഖുസ്രു ആണ്. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ്? ഇന്ത്യയുടെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫിയാണ്. ജോൺ ജോസഫ് മർഫിയാണ്. ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഭൂമിയുടെ ആകൃതിയാണ് ജിയോയിഡ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ് കേട്ടോ. അപ്പൊ ഭൂമിയുടെ ആകൃതി തന്നെയാണ് ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം. അറ്റക്കാമ മരുഭൂമി കാണപ്പെടുന്നത് എവിടെയാണ്? അറ്റക്കാമ മരുഭൂമി എവിടെയാ കാണണേ? തെക്കേ അമേരിക്ക. അറ്റക്കാമ മരുഭൂമി തെക്കേ അമേരിക്കയിലാണ്. ഇനി അടുത്തത്,
ഈജിപ്തിന്റെ ജീവരക്തം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഈജിപ്തിന്റെ ജീവരക്തം എന്നറിയപ്പെടുന്ന നദി നൈൽ നദിയാണ്. ഈജിപ്തിന്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത് നൈൽ നദിയാണ്. ഏതാണ്? നൈൽ നദിയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പട്ടിണി രഹിത ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പട്ടിണി രഹിത ജില്ല ഏതാണ്? കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പട്ടിണി രഹിത ജില്ല ഏതാണ്? ഏതാണ് പട്ടിണി രഹിത ജില്ല? കോട്ടയമാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് മണ്ണാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. അടുത്തത് ഗഞ്ചൻ. ഗഞ്ചൻ ഏത് നദിയുടെ പോഷക നദിയാണ്? നർമ്മദയുടെ പോഷക നദിയാണ്. ഗഞ്ചൻ നർമ്മദയുടെ പോഷക നദിയാണ്. ഗഞ്ചൻ നർമ്മദയുടെ പോഷക നദിയാണ്. കാക്രപ്പാറ കാക്രപ്പാറ ആണവോർജ നിലയം ഏത് സംസ്ഥാനത്താണ്? കാക്രപ്പാറ ആണവോർജ നിലയം കാക്രപ്പാറ ആണവോർജ നിലയം എവിടെയാണ്? ഗുജറാത്തിലാണ്. കാക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും വന്നിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ്, 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇതിനെയൊക്കെ ഒരു റിവിഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ 100 ദിവസമാണ് നമ്മൾ. അപ്പൊ അതിനി അധികം 2 ദിവസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ 100 ദിവസം കംപ്ലീറ്റഡ് ആയി അല്ലേ. അപ്പൊ 100 ദിവസം കഴിഞ്ഞ് നമ്മൾ 101ാമത്തെ ദിവസം തൊട്ട് SCRT തുടങ്ങും നമ്മൾ. അത് ഒരു റിവിഷൻ പോലെ ഇങ്ങടെ ഈ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പഠിച്ച് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടാച്ച ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.